Praise the Lord. Hallelujah. 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 യെശയ്യാ 45:2 നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്. ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും ഇരുമ്പോടാമ്പുകൾ ഒടിക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവം നയിക്കുന്ന വിധങ്ങളാണ് വചനത്തിലൂടെ നമ്മളോട് കർത്താവ് പറയുന്നത്. തൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ നിമിഷങ്ങളിൽ, പ്രതികൂലങ്ങളുടെ നിമിഷങ്ങളിൽ ദൈവം ചേർത്ത് പിടിച്ച ഒരു പിടി അനുഭവങ്ങളുമായിട്ടാണ് ഇന്ന് ബ്രദർ ബിജു നമ്മുടെ മുൻപിലായിരിക്കുക. അദ്ദേഹത്തിൻ്റെ ജീവിത സാക്ഷ്യം ഇപ്പോൾ നമ്മളോട് പങ്കുവയ്ക്കും. ബ്രദർ ബിജു കോട്ടേപ്പറമ്പിൽ, അദ്ദേഹം നിലമ്പൂര് ഇടവകയിലാണ് താമസിക്കുന്നത്. ഭാര്യയും 6 കുഞ്ഞുങ്ങളുമുണ്ട്. ഇപ്പോൾ സെഹിയോൻ്റെ ഒരു മിനിസ്ട്രിയായ എഫാത്ത മിനിസ്ട്രിയിൽ അദ്ദേഹം ശുശ്രൂഷ ചെയ്യുന്നു. ഏകദേശം 25 വർഷത്തോളമായി നവീകരണത്തിൽ പ്രവർത്തിക്കുന്നു. 6 വർഷമായിട്ട് മുഴുവൻ സമയവും കർത്താവിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. എഫാത്ത മിനിസ്ട്രി എന്ന് പറയുമ്പോൾ ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി ഇടവകളിലൊക്കെ പോയി കൂടുതലായിട്ടും മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക എന്നതാണ് അവരുടെ മിനിസ്ട്രിയുടെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത. പ്രിയപ്പെട്ടവരെ, നമുക്ക് വലിയ സ്നേഹത്തോടുകൂടി ബ്രദർ ബിജുവിനെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യാം. കരങ്ങളടിച്ച് അദ്ദേഹത്തെ നമുക്ക് സ്വീകരിക്കാം. ഒരു നിമിഷം കണ്ണുകളടച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് ചോദിക്കാം. നമുക്കിങ്ങനെ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. സ്വരമുയർത്തി പരിശുദ്ധാത്മാവിനെ വിളിച്ച്, പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ, പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ, അങ്ങേ വെളിവിന്റെ കതിരുകളെ സ്വർഗത്തിൽ നിന്ന് അയക്കണമേ, അഗതികളുടെ പിതാവേ, ദാനങ്ങൾ കൊടുക്കുന്നവനെ, ഹൃദയത്തിന്റെ പ്രകാശമേ, എഴുന്നള്ളി വരണമേ, ആശ്വാസദായക, ആത്മാവിന്റെ മാധുര്യമേ, ഉഷ്ണത്തിൽ തണുപ്പേ, അവശതയിൽ ആലംബമേ, എഴുന്നള്ളി വരണമേ, എത്രയും ആനന്ദപൂർണമായ പ്രകാശമേ, അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ, അങ്ങയുടെ അനുഗ്രഹം കൂടാതെ മനുഷ്യരിൽ പാപമല്ലാതെ മറ്റൊന്നുമില്ല, മാലിന്യമുള്ളത് കഴുകണമേ, വാടിപ്പോയത് നനയ്ക്കണമേ, രോഗമുള്ളത് സുഖപ്പെടുത്തണമേ, മാറിപ്പോയത് ചൂടാക്കണമേ, കടുപ്പമുള്ളത് മയപ്പെടുത്തണമേ, വഴി തെറ്റിപ്പോയത് നേർവഴിക്കാക്കണമേ. അങ്ങിൽ ആശ്രയിക്കുന്ന വിശ്വാസികൾക്ക് 7 വിശുദ്ധ ദാനങ്ങളും എല്ലാ ഫലങ്ങളും വരദാനങ്ങളും നൽകണമേ. പരിശുദ്ധാത്മാവേ വരണമേ, വചനത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കരുണയുള്ള കർത്താവേ, അവിടുത്തെ പരിശുദ്ധ നാമത്തിൽ അങ്ങയുടെ ആത്മാവിന്റെ വലിയ കൃപയിൽ സമൂഹത്തിന്റെ മേൽ ഈ സമയത്ത് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയോട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. വളരെ സന്തോഷത്തോടെ കർത്താവിന് ഈ സന്ധ്യാസമയത്ത് നന്ദി പറഞ്ഞ് വലതുകരം ഉയർത്തി ഒരു 3 ഹല്ലേലൂയ പറയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നെ പരിചയപ്പെടുത്തി. എൻ്റെ വീട് നിലമ്പൂരാണ്, ചുങ്കത്രയിൽ താമസിക്കുന്നു. സഹിയോൻ മിനിസ്ട്രീസിൻ്റെ ഒരു മിനിസ്ട്രി ആയിട്ടുള്ള എഫാത്ത മിനിസ്ട്രീസിനോട് ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി, സുവിശേഷ മുന്നേറ്റങ്ങൾക്ക് വേണ്ടി, വ്യക്തികൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥനയോടെ അവരെ സഹായിക്കുക തുടങ്ങിയ മിനിസ്ട്രികളാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സഹോദരി പരിചയപ്പെടുത്തിയതുപോലെ ഒരു ചെറിയ കുടുംബമാണ് എൻ്റേത്. ഒരേ ഒരു ഭാര്യയും 6 കുഞ്ഞുങ്ങളുമാണുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
ഏതാണ്ട് 1989 ആദ്യമായിട്ടൊരു നവീകരണ ധ്യാനം കൂടുന്നത്. 17-ാം വയസ്സിൽ ധ്യാനം കൂടുമ്പോൾ കള്ളുകൂടി മാറ്റാൻ കൂടിയതല്ല. ഇടവകയിൽ ഒരു ധ്യാനം നടക്കുന്നു. അതുകൊണ്ട് സൺഡേ സ്കൂൾ അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ള ധ്യാനമാണ്, താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം എന്ന് വികാരിയച്ഛൻ പറഞ്ഞപ്പോൾ എന്താണ് ഈ പരിപാടി എന്നൊന്നറിയാം. കാരണം കേട്ടിട്ടും വായിച്ചിട്ടും ഒക്കെ ഉള്ളു ധ്യാനങ്ങളെക്കുറിച്ച്. അങ്ങനെ ധ്യാനത്തിലേക്ക് പോയി. ഇന്ന് നമ്മുടെ തലശ്ശേരി അതിരൂപതയുടെ നിയുക്ത ആർച്ച് ബിഷപ്പായിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോർജ് ഞർലക്കാട്ട്, അന്ന് അച്ഛനാണ്, ഇപ്പോൾ പിതാവാണ്, അച്ഛനാണ് അന്ന് ധ്യാനിപ്പിച്ചിരുന്നത്. ഹല്ലേലൂയ. അന്ന് ധ്യാനം കൂടി വലിയ ഒരു ദൈവവചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച്, ദൈവസ്നേഹത്തിൻ്റെ ആഴത്തെക്കുറിച്ച്, കർത്താവിൻ്റെ സജീവമായ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഒരു ബോധ്യം അന്ന് പരിശുദ്ധാത്മാവ് ഹൃദയത്തിലേക്ക് തന്നു. അതിനുശേഷം ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് നിലമ്പൂര് തുടർന്നു വന്നു. ആ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ അത്രയൊന്നും സജീവമായിട്ടല്ലെങ്കിലും ചെറിയ രീതിയിൽ പുറകിലൊക്കെ പോയിരുന്ന് വചനമൊക്കെ കേട്ട് ഹല്ലേലൂയ പറഞ്ഞ് പാട്ടുപാടിയൊക്കെ ഒരു സാധാരണ ഒരു സൈഡ് കരിസ്മാറ്റിക്കാരനായിട്ട് കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുശേഷം ഒരു 94 കാലഘട്ടത്തോടു കൂടി ചെറിയതായ ക്രിസ്ത്യൻ ധ്യാനങ്ങളിലെല്ലാം സഹായിക്കാൻ തുടങ്ങി. നിലമ്പൂർ അന്നു മുതൽ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടു. ആ കൂട്ടായ്മയാണ് ഇന്ന് എഫാത്ത മിനിസ്ട്രിയായിട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. ഏതാണ്ട് 14ഓളം വർഷങ്ങളായി, 24ഓളം വർഷങ്ങളായി തുടരുന്ന ആ പ്രാർത്ഥനാ കൂട്ടായ്മയാണ് ഇന്ന് എഫാത്ത എന്നറിയപ്പെടുന്നത്. അതിന് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ക്രിസ്ത്യൻ ധ്യാനങ്ങൾക്കൊക്കെ സഹായിക്കാനൊക്കെ ആയിട്ട് പോയി തുടങ്ങി. എന്നാൽ ഒരു വശത്ത് പ്രാർത്ഥനയും ശുശ്രൂഷകളുമായിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് ജീവിതത്തിൻ്റെ ഗൗരവമേറിയ മുഖത്തേക്ക് നോക്കുമ്പോൾ വലിയ തകർച്ചകൾ, വലിയ പരാജയങ്ങൾ എന്നെ പിന്തുടരുന്നത് എന്നെ അത്ഭുതപ്പെടുത്താൻ തുടങ്ങി. കാരണം ഞാൻ കേട്ടിട്ടുള്ളത് ധ്യാനം കൂടി പിറ്റേ ദിവസം തൊട്ട് സാമ്പത്തികമായിട്ട് ഭയങ്കര ഉയർച്ച കിട്ടി, ബിസിനസ്സിൽ വലിയ ലക്ഷങ്ങൾ ലാഭം കിട്ടി, അല്ലെങ്കിൽ മീൻ ഫിഷറിംഗ് ബോട്ടിൽ പോയിക്കൊണ്ടിരുന്ന ആൾക്ക് അസാധാരണമായത് കിട്ടി. ഇങ്ങനെയൊക്കെയുള്ള വലിയ അത്ഭുതങ്ങളൊക്കെയാണ് ഞാൻ കേട്ടത്. അല്ലെങ്കിൽ രോഗം മാറി. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവപ്പെട്ട കാര്യം ഇങ്ങനെയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തെങ്കിലും ഒരു പണിയെടുക്കാൻ പോയി കഴിഞ്ഞാൽ അത് പരാജയമായിരിക്കും. എവിടെ കൊണ്ട് കൈവച്ചോ അതെല്ലാം നഷ്ടമായി തീരും. ഏതൊരു ബിസിനസ് ചെയ്തോ അത് തകർച്ചയായിട്ട് മാറും. എന്ത് ചെയ്താലും രക്ഷപ്പെടുകയില്ല. എത്ര പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ജീവിതത്തിൽ ഒരു ഉയർച്ച വരുന്നില്ല എന്നുള്ള രീതിയിൽ എൻ്റെ മുമ്പിൽ വിശ്വാസവും ദൈവവചനവും പ്രാർത്ഥനയും ഒക്കെ ഒരു ചോദ്യചിഹ്നമായിട്ട് ഉയർന്നു നിൽക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ പദ്ധതി, ആദ്യത്തെ ഒരു ധ്യാനം കൂടിക്കഴിഞ്ഞപ്പോൾ അന്ന് എന്നെ പ്രത്യേകമായി സ്പർശിച്ച ഒരു ദൈവവചനം ഇതായിരുന്നു. ദൈവസ്നേഹത്തെക്കുറിച്ച് ക്ലാസ് എടുത്തപ്പോൾ സ്നേഹബഹുമാനപ്പെട്ട വൈദികൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, എനിക്ക് നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. അത് നിന്റെ നാശത്തിലുള്ള പദ്ധതിയല്ല, നിന്റെ ക്ഷേമത്തിലുള്ള പദ്ധതിയാണ്. നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഹല്ലേലൂയ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെ നല്ല വചനമാണ്. കാരണം ശുഭമായ ഭാവി, ബ്രൈറ്റ് ഫ്യൂച്ചർ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇത്ര കഷ്ടപ്പെടുന്നത്. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ വലിയ ബിസിനസ് ചെയ്യാൻ പോകുന്നത്. ഇതിനെല്ലാം വേണ്ടിയിട്ടാണ് വലിയ പഠനങ്ങളൊക്കെ ഏറ്റെടുക്കാൻ പോകുന്നത്. അപ്പോൾ ദൈവവചനത്തിൽ ഇതെല്ലാം ഉണ്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. പക്ഷേ പ്രാക്ടിക്കൽ തലത്തിലേക്ക് വരുമ്പോൾ, പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോൾ ഞാൻ കണക്ക് കൂട്ടിയിട്ടുള്ള വിജയങ്ങൾ, ഞാൻ കണക്ക് കൂട്ടുന്ന ബിസിനസ് വിജയങ്ങൾ, ഞാൻ കണക്ക് കൂട്ടുന്ന ജോലി വിജയങ്ങൾ, ഞാൻ കണക്ക് കൂട്ടുന്ന സാമ്പത്തിക വിജയങ്ങളൊന്നും വരുന്നില്ല എന്ന് മാത്രമല്ല, എവിടെ തൊട്ടാലും അവിടെ എല്ലാം പരാജയം. ഹല്ലേലൂയ. ഞാൻ സമയം പോലെ ജീസസ് യൂത്തിന്റെ പ്രാർത്ഥനാ കൂട്ടായ്മകളിലൊക്കെ പോയിരിക്കുമ്പോൾ പുറകിൽ ചെന്നിരുന്ന്, അല്ലെങ്കിൽ ആരാധന ഉള്ളപ്പോൾ ആരാധനയുടെ ഏറ്റവും പുറകിൽ ഭിത്തിയോട് കയറി ചാരിയിരുന്ന്, അന്ന് അങ്ങനെയാണ് പഠിച്ചിരുന്നത്. ആരാധനയുടെ മുമ്പിൽ എവിടെയെങ്കിലുമൊക്കെ ശാന്തമായി കർത്താവിന് മുമ്പിൽ പോയിരിക്കുക. അങ്ങനെ ഇരുന്നിട്ട് ഞാൻ ചോദിക്കും, കർത്താവേ, ശുഭമായ ഭാവി എനിക്ക് ഇഷ്ടപ്പെട്ടു, പ്രത്യാശ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഈ സൈസ് ഭാവിയും പ്രത്യാശയാണെങ്കിൽ അധികം മുമ്പോട്ട് പോകുമെന്ന് എനിക്കറിയാൻ പാടില്ല. അതിന് മാത്രമുള്ള കെൽപ്പ് ഈ പാവപ്പെട്ട ശരീരത്തിനില്ല. ഹല്ലേലൂയ. സന്തോഷത്തോടെ നിങ്ങൾ ഇരിക്കുകയും സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കുകയും വേണം. അപ്പോഴാണ് നമുക്ക് ഒരുമിച്ച് ഒരാത്മാവിൽ മുൻപോട്ട് പോകാൻ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒന്നിനു പുറകെ ഒന്നായി പല കാര്യങ്ങളും ചെയ്ത് പരാജയപ്പെട്ടപ്പോൾ, തകർച്ചയിലേക്ക് പോയപ്പോൾ, ഈ കാലഘട്ടത്തിൽ തന്നെ ധ്യാനങ്ങൾക്ക്, അല്ലെങ്കിൽ ക്രിസ്ത്യൻ ധ്യാനങ്ങൾക്ക്, മറ്റു ശുശ്രൂഷകൾക്കൊക്കെ പോകുമ്പോൾ കർത്താവ് മറ്റൊരു കാര്യം കാണിക്കുകയാണ്. ശുശ്രൂഷകളിൽ വളരെ മനോഹരമായി കർത്താവ് നയിക്കുന്നു. ശുശ്രൂഷകളിൽ നല്ലൊരു അഭിഷേകം. പങ്കെടുക്കുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം നല്ല പ്രാർത്ഥനാനുഭവത്തിലേക്ക് വരുന്നു. കൂട്ടായ്മയിൽ ശുശ്രൂഷകളെല്ലാം കഴിഞ്ഞു വരുമ്പോൾ കർത്താവ് ഇടപെട്ടതായ ഒരു സാക്ഷ്യങ്ങൾ പറയുന്നു. ശുശ്രൂഷ മേഖലയിൽ കർത്താവ് അഭിഷേകം തരികയും, എന്നാൽ ബാക്കി ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും
ഒരു ഉയർച്ച വരാതിരിക്കുകയും ചെയ്തപ്പോൾ ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് കർത്താവിനോട് പറയും, കർത്താവ് ഇതെന്ത് പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, എങ്കിൽ ഇതല്ലായിരിക്കും എൻ്റെ വഴി എന്ന് വിചാരിച്ച് ഞാൻ അടുത്ത വഴി തിരഞ്ഞെടുക്കും. അങ്ങനെ 1997 എൻ്റെ വിവാഹം കഴിഞ്ഞു. ഒരു പാവപ്പെട്ട പെൺകുട്ടി കൂടി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഹല്ലേലൂയാ. ഒരു ജീസസ് യൂത്ത് പശ്ചാത്തലം ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ വിവാഹത്തിന് വേണ്ടിയുള്ള ഒരുക്കം ആലോചനകൾ വന്നപ്പോൾ കർത്താവിനോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കർത്താവിനെ ചില പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ കർത്താവുമായിട്ട് ചില ഉടമ്പടികൾ വയ്ക്കും. അത് കർത്താവ് മാനിക്കാറുണ്ടെന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ. സാക്ഷ്യം പറയാൻ വരുമ്പോൾ വലിയ സംഭവം എനിക്ക് പറയാനില്ല, എന്നാൽ പ്രകടമായ ചെറിയ ചില കാര്യങ്ങളിൽ കർത്താവിൻ്റെ പ്രവൃത്തികൾ എനിക്ക് പറയാനുണ്ട്. ഞാൻ അന്ന് കർത്താവിനോട് പറഞ്ഞ കാര്യം ഇതാണ്, കർത്താവെ കല്യാണം കഴിക്കാൻ കുഴപ്പമില്ല, കല്യാണം കഴിക്കാം, പക്ഷേ ഒരുപാട് പെണ്ണ് കണ്ട് നടക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് എനിക്ക് ഏകദേശം ചേർന്ന ഒന്നിനെ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു തടസ്സം ഉണ്ടാവില്ല. അതുകൊണ്ട് ഒറ്റ ദിവസം മാത്രമേ പെണ്ണ് കാണാൻ പോകേണ്ടി വന്നുള്ളൂ. എൻ്റെ ഭാഗത്തുനിന്ന് ഒരു തടസ്സം ഉണ്ടാകാതെ ഒരു പെൺകുട്ടിയെ കണ്ടു, വിവാഹം നടന്നു, ഒരു പെൺകുട്ടി കൂടി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അങ്ങനെ ഞങ്ങൾ കുടുംബജീവിതം നയിക്കാൻ തുടങ്ങി. അത്യാവശ്യം പ്രാർത്ഥന, ഒരു സാധാരണ കത്തോലിക്കൻ പോരാ, ഒരു കരിസ്മാറ്റിക് കത്തോലിക്കൻ. വൈകുന്നേരം കുടുംബ പ്രാർത്ഥനയുണ്ട്, പ്രാർത്ഥന ഗ്രൂപ്പുകളിൽ പോകുന്നുണ്ട്, ഞായറാഴ്ചകളിൽ വിശുദ്ധ ബലിയുണ്ട്, അങ്ങനെ ഇടവയ്ക്കൊക്കെ സാധാരണ കൂട്ടായ്മയുണ്ട്. ഈ രീതിയിലൊക്കെ മുമ്പോട്ട് പോകുന്നു. എന്നാൽ സാമ്പത്തിക മേഖലയിൽ വലിയ തകർച്ചയും ഞെരുക്കങ്ങളും അതിനോടനുബന്ധിച്ച് കുടുംബത്തിൽ വലിയ അസ്വസ്ഥതകളും വന്നു നിറയുന്നത് ഒരനുഭവമായി. എന്തായാലും വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ വർഷം തന്നെ എൻ്റെ ആദ്യത്തെ കുഞ്ഞ് ജനിച്ചു. ഹല്ലേലൂയാ. വാ തുറന്ന് പറയാമോ ഹല്ലേലൂയാ. രണ്ടാമത്തെ വർഷമായപ്പോഴേക്കും ഒരു രണ്ടാമത്തെ കുഞ്ഞ്, ഒരു 1.25 വയസ്സിൻ്റെ വ്യത്യാസം മാത്രമേ രണ്ട് കുഞ്ഞുങ്ങൾക്ക് തമ്മിലുള്ളൂ. ഈ സമയത്ത് ബാക്കി എല്ലാ പരിപാടികളും ചെയ്ത് പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ഇഷ്ടികക്കളം തുടങ്ങാൻ തീരുമാനിച്ചു. കാരണം അന്ന് ബാക്കിയെല്ലാം കഴിഞ്ഞു. ഇനി എൻ്റെ ഒരു സ്വപ്ന പദ്ധതി അതാണ്, ഇതൊന്ന് വിജയിച്ച് കിട്ടിയാൽ ബാക്കിയുള്ള കടങ്ങളൊക്കെ വീട്ടാം, ലോൺ എടുത്ത കടങ്ങളൊക്കെ വീട്ടാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രതീക്ഷയിലാണ്. കിട്ടിയ പൈസയെല്ലാം സമാഹരിച്ച് കടമെടുത്ത് ലോണെടുത്ത് ഒക്കെ ഈ സംഭവം തുടങ്ങി. അങ്ങനെ എൻ്റെ സ്വപ്ന പദ്ധതി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 2000 ആണ്ടിൽ നവംബർ 30 1-ാം നമ്പർ വേനൽക്കാലം, നല്ല മനോഹരമായ വെയിലുള്ള സമയമാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. എൻ്റെ വലിയൊരു ചൂള എല്ലാം തീ കത്തിക്കത്തക്ക രീതിയിൽ പാകത്തിനായി. ഇനി അങ്ങോട്ട് അത് ചൂള കത്തിച്ച് 3 ദിവസം കഴിഞ്ഞാൽ ചൂള പൊളിച്ചാൽ മതി, നമുക്ക് ഇഷ്ടികയൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ അത് വിറ്റാൽ അത്യാവശ്യം കാശൊക്കെ കിട്ടുന്നു, പിടിച്ചു നിൽക്കാന്നുള്ള ലെവലിൽ ഞാനങ്ങനെ വലിയ പ്രാർത്ഥനയോടും പ്രതീക്ഷയോടൊക്കെ നിൽക്കുകയാണ്. 2000 നവംബർ 30 നിങ്ങൾക്കറിയാം, ഓർമ്മയുണ്ടെങ്കിൽ എൻ്റെ ഈ 42 വർഷത്തെ ജീവിതത്തിനിടയിൽ ഏറ്റവും വലിയൊരു മഴ ഈ ഭൂമിയിൽ, ഈ കേരളത്തിൽ പെയ്തത് അന്നാണ്. അന്ന് നവംബർ 30 ഒരു മഴ പെയ്യാൻ തുടങ്ങിയിട്ട് ഡിസംബർ 5 വരെ നിൽക്കാതെ മഴ പെയ്തു. രാത്രിയും പകലും മഴ. ഞാൻ മൂടിയിട്ടുണ്ട്, ടാർപ്പായ ഷീറ്റുകളെല്ലാം വെച്ച് വളരെ എന്നെ കൊണ്ട് സാധിക്കുന്ന എല്ലാ ബുദ്ധിയും കഴിവെല്ലാം ഉപയോഗിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഭൂമിയിൽ നിന്ന് വെള്ളം മുകളിലേക്ക് ഉയർന്നു വന്നു കഴിഞ്ഞാൽ മുകളിൽ മറ കെട്ടിയിട്ട് എന്ത് കാര്യം? അങ്ങനെ എൻ്റെ കൺമുമ്പിൽ വെച്ച് ആ വലിയ ചൂളയും ആ ചൂള ഇഷ്ടികക്കളത്തിൽ നിരനിരയായി അടുക്കി വെച്ചിരിക്കുന്ന വലിയ ആ ഇഷ്ടിക അട്ടികളെല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴേക്ക് വീണു. അത് പിന്നെ വേറെ ഞാൻ സിനിമയെ മാത്രമേ കണ്ടിട്ടുള്ളൂ, അതേപോലെയൊക്കെ സാധനങ്ങൾ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നത്. എല്ലാ പ്രയത്നങ്ങളും അവസാനിച്ചപ്പോൾ ഞാൻ മഴയത്തേക്ക് ഇറങ്ങി കൈയും കെട്ടി അതിങ്ങനെ നോക്കി നിന്ന്, കൊള്ളാം, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എൻ്റെ നിൽപ്പ് കണ്ടപ്പോൾ എൻ്റെ ഒരു കസിൻ, ഒരു കൂട്ടുകാരനാണ്, അവൻ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, നീ ഇങ്ങനെ നിൽക്കരുത്, നിന്റെ നിപ്പ് കാണുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല, വേറൊന്നും ചെയ്യരുത്, ഉദ്ദേശിച്ചത് ആത്മഹത്യ ചെയ്യരുതെന്ന്. ഞാൻ പറഞ്ഞു, നീ നിന്റെ പണി നോക്ക്, ഇതിങ്ങനെ കാണാൻ ഇപ്പോഴല്ലേ പറ്റുള്ളൂ. എനിക്ക് പ്രത്യേകിച്ച് വികാരങ്ങളൊന്നും തോന്നിയില്ല. ഹല്ലേലൂയാ. സങ്കടങ്ങളെല്ലാം മരവിച്ചൊരവസ്ഥ. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെന്നിരുന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വീണ്ടും ഒരു വചനം ഇങ്ങനെ അലയടിക്കുന്നുണ്ട്. എനിക്ക് നിന്നെക്കുറിച്ചൊരു വാ തുറന്ന് പറയണ സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം, എനിക്ക് നിന്നെക്കുറിച്ചൊരു, അത് നിന്റെ നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പദ്ധതികൾ പരാജയപ്പെട്ടപ്പോൾ, എൻ്റെ ചിന്തകളും എൻ്റെ പ്രയത്നങ്ങളെല്ലാം പരാജയപ്പെട്ടപ്പോൾ മറ്റൊന്നും ചെയ്യാനില്ലാതെ ഞാൻ വീട്ടിൽ വന്നിരുന്നു. കടബാധ്യതകൾ കൂടി, ജപ്തി വന്നു, കിട്ടിയ വിലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നു. ഞാനും ഭാര്യയും 2 കുഞ്ഞുങ്ങളുമായി 10 സെന്റ് വീടും സ്ഥലവും കൂടെ വിറ്റിട്ട് അതിന് ബാക്കിയായിട്ട് കിടക്കുന്ന ഒരു ചെറിയ സ്ഥലത്തേക്ക് ഞാൻ ഇറങ്ങിപ്പോയി. അവിടെ നമുക്കറിയാം, റോഡരികിലൊക്കെ നമ്മുടെ അന്യസംസ്ഥാനക്കാരൊക്കെ വന്നിട്ട് ഇങ്ങനെ ഷീറ്റ് വലിച്ചു കെട്ടിയിട്ട് ഇങ്ങനെ കിടക്കും. ഇത്രയും കാലം വിശാലമായി മാന്യനായി ജീവിച്ച നാട്ടിൽ തന്നെ റോഡരികിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ വലിച്ചു കെട്ടി അതിനകത്തേക്ക് 2 കട്ടിലും പിടിച്ചിട്ട് ഞാനങ്ങനെ വിശാലമായിട്ട് കിടന്നു. 4 വശത്തുനിന്നും കാറ്റ് കയറും. എൻ്റെ പാവപ്പെട്ട അമ്മ, പ്രായമായ അമ്മ
എന്നോടൊപ്പം നിൽക്കാനാണ് ഇഷ്ടമെങ്കിലും ആ സമയത്ത് ഈ കാലാവസ്ഥ സഹിക്കാൻ വയ്യാതെ അമ്മ ജ്യേഷ്ഠൻ്റെ വീട്ടിലേക്ക് പോയി. അങ്ങനെ ഞാനും ഭാര്യയും 2 കുഞ്ഞുങ്ങളും കൂടെ റോഡരികിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു കെട്ടിയ ഒരു ഷെഡിൽ 2 ആഴ്ച അതിനുള്ളിൽ കിടന്നു. എൻ്റെ നാട്ടുകാരെല്ലാം അതിലെ കടന്നു പോകും, അവരെന്നെ ഒന്ന് നോക്കും. മുഖത്തേക്ക് നോക്കിയാൽ അവർ സന്തോഷപൂർവ്വം സ്നേഹപൂർവ്വം എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കും. അവരുടെ മുഖത്തുള്ള ചിരിയിൽ വിരിയുന്നത് സഹതാപമാണോ സ്നേഹമാണോ മറ്റെന്തെങ്കിലും ആണോ എന്ന് എനിക്ക് ഇതുവരെയും കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയത്താണ് എൻ്റെ ഭാര്യ 3ാമത് ഗർഭിണിയാകുന്നത്. ഒരു വശത്ത് വലിയ തകർച്ചയുടെയും നഷ്ടത്തിൻ്റെയും കണ്ണുനീരിൻ്റെതുമായ ഒരവസ്ഥ. ഈ സമയത്ത് ഭാര്യ 3ാമത് ഗർഭിണിയായി. അത് ആദ്യം ഞങ്ങൾ അറിഞ്ഞില്ല. വളരെ വലിയ അസ്വസ്ഥതകൾ അവൾക്ക് ശാരീരികമായിട്ടുണ്ടായി. വലിയ പ്രശ്നങ്ങളിൽ അവൾക്ക് തടുത്തു നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ. ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു ഭാര്യ ഗർഭിണിയാണ് എന്ന്. മാത്രമല്ല ഡോക്ടർ മറ്റൊരു കാര്യം ചോദിച്ചു. പഴയ റെക്കോർഡ്സൊക്കെ പരിശോധിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ ഭാര്യ O നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുകാരിയാണ്. O നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഞാൻ പോസിറ്റീവ് ആകുമ്പോൾ കുഞ്ഞും പോസിറ്റീവ് ആകുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, ആൻറ്റി-ഡി ഇഞ്ചക്ഷൻ അടിക്കണം. 1ാമത്തെ കുഞ്ഞ് കഴിഞ്ഞു. ഭാര്യ വീട്ടുകാരാണല്ലോ ന്യായമായിട്ടും അത് സഹിക്കുന്നത്. അവർ ആൻറ്റി-ഡി ഇഞ്ചക്ഷൻ അടിച്ചു. 2ാമത്തെ കുഞ്ഞിന് ജനിക്കുന്ന സമയത്ത് ഈ വലിയ തകർച്ചയുടെയും പരാജയത്തിൻ്റെയൊക്കെ ഒരു സമയമായിരുന്നുകൊണ്ട് ഇഞ്ചക്ഷൻ്റെ വില കേട്ടപ്പം അത് തൽക്കാലം അടിക്കണമെന്ന് വിചാരിച്ച് ഞാൻ മാറ്റി നിർത്തി. പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഡോക്ടർ എന്നോട് പറഞ്ഞു നിങ്ങളുടെ ഭാര്യ വളരെ ഏറെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു സ്റ്റേജിലാണ്. ഒന്നുകിൽ അത് അബോർഷനായി പോകും, അല്ലെങ്കിൽ മാംസപിണ്ഡം പോലെ ഒരു കുഞ്ഞ് ജനിക്കും, അതല്ലെങ്കിൽ ഓട്ടിസം പോലെ മന്ദബുദ്ധിയായിട്ടുള്ളൊരു കുഞ്ഞ് ജനിക്കും. എന്ത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. എൻ്റെ മനസ്സിൽ ഒരു വശത്ത് ജീവന്റെ മേൽ കൈവയ്ക്കരുത് എന്ന് പറഞ്ഞ യേശുക്രിസ്തുവിൻ്റെ ദൈവവചനത്തിൻ്റെ നിർദ്ദേശം, സഭയുടെ പ്രബോധനം, മറുവശത്ത് മന്ദബുദ്ധിയായ ഒരു കുഞ്ഞ് ഈ സമയത്ത് ജനിച്ചാൽ എങ്ങനെ കാര്യങ്ങൾ മുൻപോട്ട് പോകുമെന്നുള്ള രീതിയിൽ എൻ്റെ ഹൃദയത്തിൽ ഒരു വലിയ ഞെരുക്കം, ഒരു വേദന. എന്താണ് തീരുമാനമെടുക്കേണ്ടതെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ വിഷമിക്കുന്ന സമയത്ത് ദൈവവചനത്തിന് മുമ്പിലിരുന്ന്, ദിവ്യകാരുണ്യത്തിന് മുമ്പിലിരുന്ന് ഞങ്ങൾ 2 പേരും കുറേയേറെ പ്രാർത്ഥിച്ചു, കുറേയേറെ കണ്ണീരൊഴുകി. എന്തായാലും ആ സമയത്ത് ഒരു ധ്യാനം കൂടുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ അച്ഛൻ, പൊട്ടനാനി അച്ഛൻ നയിക്കുന്ന ദമ്പതി ധ്യാനം ഞങ്ങൾ കൂടി. അച്ഛൻ്റെ നിർദ്ദേശം അനുസരിച്ച് തിരികെ വന്ന് ഞങ്ങൾ 2 പേരും കൂടെ കൈകൾ കോർത്ത് പിടിച്ച് തീരുമാനിച്ചു, ദൈവം തന്നതാണ് കുഞ്ഞെങ്കിൽ അതിൻ്റെ മേൽ കൈവയ്ക്കുവാൻ ഞങ്ങൾ തയ്യാറല്ല. കർത്താവെ, നീ തരുന്നത് മന്ദബുദ്ധിയാണെങ്കിൽ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. നീ തരുന്നത് കൈകാലുകൾ ഇല്ലാത്തതാണെങ്കിൽ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. കാരണം എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്നുള്ളതിൻ്റെ വാഗ്ദാനമാണ്. ദൈവവചനത്തെ പ്രതി ഞങ്ങൾ ആ കുഞ്ഞിനെ സ്വീകരിക്കാൻ തീരുമാനിച്ചു. ഏതായാലും ആ സമയത്ത് വലിയൊരു വിഷമം മനസ്സിൽ കിടപ്പുണ്ട്, ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാലുള്ള ഭാവിയെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ. എങ്കിലും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവവചനത്തിൽ വിശ്വസിച്ച് ഞങ്ങൾ മുൻപോട്ട് പോയി. 8 മാസം പൂർത്തിയാകുന്നതിന് മുൻപ് കുഞ്ഞ് ജനിച്ചു. ആ സമയത്ത് മറ്റൊരു കാര്യം ഉണ്ടായത് ഇങ്ങനെയാണ്. ഈ കുഞ്ഞ് ജനിക്കാൻ ആസ്പത്രിയിലേക്ക് പോകേണ്ട, പെട്ടെന്ന് ഫ്ലൂയിഡൊക്കെ ലീക്കായി തുടങ്ങിയപ്പോൾ ആസ്പത്രിയിലേക്ക് പോകേണ്ട സമയത്ത് കയ്യിൽ പൈസയൊന്നുമില്ല. 60 രൂപയുമായിട്ടാണ് ഞങ്ങൾ ആസ്പത്രിയിലേക്ക് പോകുന്നത്. ഓട്ടോറിക്ഷ വിളിച്ചു, ഓട്ടോറിക്ഷക്കാരനോട് കടം പറഞ്ഞു. ഗവൺമെൻറ് ആശുപത്രിയിലേക്കാണ് പോയത്, പൈസ ഇല്ലാത്തതുകൊണ്ട്. ഗവൺമെൻറ് ആശുപത്രിയിൽ ചെന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അഡ്മിറ്റായി. വൈകുന്നേരമായപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു രക്ഷയില്ല, വളരെ മാരകമാണ്, ഉടൻ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം, ഇവിടെ നോക്കാൻ പറ്റില്ല. മെഡിക്കൽ കോളേജ് കോഴിക്കോട് വരെ എത്താനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അറിയാവുന്ന ഒരു ടാക്സിക്കാരനെ വിളിച്ച് അടുത്തുള്ള സിസ്റ്റേഴ്സിൻ്റെ ഹോസ്പിറ്റലിലേക്ക് പോയി. ആ ആസ്പത്രിയിൽ 60 രൂപയും കയ്യിൽ പിടിച്ച് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ എനിക്കറിയാവുന്ന ഒരു മുസ്ലിം സഹോദരി വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, ചേട്ടാ, എൻ്റെ ഭർത്താവ് ഇവിടെ ആസ്പത്രിയിൽ അഡ്മിറ്റാണ്, ഒരു മരുന്ന് അർജൻറ്റായിട്ട് ഇഞ്ചക്ഷൻ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു പൈസ വേണം, അതുകൊണ്ട് പൈസ ഇല്ലാതെ ഞാൻ നടക്കുകയാണ്, എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ ചോദിച്ചു എത്ര രൂപയാണ് ഇഞ്ചക്ഷൻ്റെ പൈസ? അപ്പോൾ പറഞ്ഞു 50 രൂപ. ഞാൻ 50 രൂപ എടുത്ത് ആ സഹോദരിക്ക് കൊടുത്തു. കർത്താവിൻ്റെ നാമത്തിൽ ഇരിക്കട്ടെ, കാരണം 60 രൂപ എൻ്റെ കയ്യിൽ ഇരുന്നിട്ടും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഈ 10 രൂപയായിട്ട് നിൽക്കുമ്പോഴാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോകാൻ പറയണത്. ഞാൻ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഇന്ന് നിങ്ങൾക്ക് എൻ്റെ ഭവനത്തിലേക്ക് വരാം. അവിടെ എൻ്റെ 3ാമത്തെ കുഞ്ഞ് ഏഞ്ചൽ റോസ് എൻ്റെ കുഞ്ഞുങ്ങളിൽ വെച്ച് ഏറ്റവും ആരോഗ്യവതിയായി, ഏറ്റവും സുന്ദരിയായി, ഏറ്റവും മിടുക്കിയായി, നന്നായി പ്രാർത്ഥിക്കുന്നവളായി അവളെ ഞങ്ങൾക്ക് കർത്താവ് തന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിച്ച് ആ ദൈവവചനത്തിന് മുമ്പിലിരുന്നു കൊണ്ട് തീരുമാനമെടുത്തപ്പോൾ എൻ്റെ കുഞ്ഞിനെ കർത്താവ് പ്രത്യേകമായി അനുഗ്രഹിച്ച് ഒരു ഉപദ്രവം വരുത്താതെ അവളെ തിരികെ തന്നു. എന്ന് മാത്രമല്ല, ആ ആസ്പത്രിയിൽ നിന്ന് തിരികെ പോരുമ്പോൾ 10 രൂപയുമായിട്ടാണ് ആശുപത്രിയിലേക്ക് പോയതെങ്കിലും ഞാൻ തിരികെ പോരുമ്പോൾ എല്ലാ ചെലവുകളും കഴിഞ്ഞ് 10,000-ലധികം രൂപ എൻ്റെ കയ്യിൽ വരുവാൻ തക്ക രീതിയിൽ കർത്താവ് ഇടയാക്കി. ഹല്ലേലൂയ. ദരിദ്രനെ സഹായിക്കുന്നവൻ
കർത്താവിനാണ് കടം കൊടുക്കുന്നത് എന്നുള്ള കർത്താവിന്റെ വാഗ്ദാനം അവിടുന്ന് പൂർത്തിയാക്കി. വലതുകരമുയർത്തി നമുക്ക് കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. ഓ കർത്താവെ, അങ്ങയുടെ വചനത്തിൽ വിശ്വസിച്ച് ആശ്രയിക്കുവാൻ, ഞെരുക്കങ്ങളുടെ സമയത്തും തകർച്ചകളുടെ സമയത്തും നിന്നിൽ ആശ്രയിക്കുവാൻ, കർത്താവെ കണ്ണുമടച്ച് നിന്നെ വിശ്വസിച്ച ഒരു പൊട്ടനെ പോലെ നിന്നെ പിന്തുടരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, അനുവദിക്കണമേ. അങ്ങ് ഞങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന മനോഹരമായ സ്ഥാനത്തെത്തിച്ചേരാൻ അവിടുന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാലഘട്ടം സ്വല്പം കൂടി ഈ മൂന്നാമത്തെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോൾ മറ്റൊരു പ്രത്യേകത എനിക്ക് കാണാനിടയായി. അതിനു മുമ്പുള്ള ഈ ബിസിനസ് തകർച്ചയുടെയും ജോലി പരാജയങ്ങളുടെ എല്ലാം ഇടയിൽ ചില ദിവസങ്ങളിൽ ഒരു ക്രിസ്മസ് ദിവസത്തിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. വൈകുന്നേരം ചോറ് വെക്കാൻ അരിയില്ലാത്തത് കൊണ്ട്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ വീട്ടിലെ കാര്യങ്ങൾക്ക് അതില്ലാത്തത് കൊണ്ട് അടുത്തുള്ള എൻ്റെ ഒരു മുസ്ലിം സഹോദരൻ 2 കിലോ റേഷനരി വീട്ടിൽ കൊണ്ട് വാങ്ങി വെച്ചിട്ട് പോകുന്ന അവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ ഈ മൂന്നാമത്തെ കുഞ്ഞുണ്ടായി വീട് നഷ്ടപ്പെട്ടെങ്കിലും ഞങ്ങൾ ഒരു വാടക വീട്ടിലേക്ക് മാറി. പക്ഷെ അന്ന് മുതൽ പിന്നീട് ഒരിക്കലും ഭക്ഷണ സാധനങ്ങൾ ഇല്ലാത്തത് കൊണ്ട് വീട്ടിൽ പട്ടിണി അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ആ മേഖലയിൽ മാത്രമല്ല, സാമ്പത്തിക മേഖലയിൽ ഒരു വിടുതൽ കർത്താവ് തരാൻ തുടങ്ങി. ഒരു ചെറിയ ജോലിയിലേക്ക് കർത്താവ് എന്നെ കൊണ്ടുവന്നെത്തിച്ചു. സാമ്പത്തിക മേഖലയിൽ ഒരു അനുഗ്രഹത്തിന്റെ ആദ്യത്തെ പടി മൂന്നാമത്തെ കുഞ്ഞിനെ കർത്താവിന്റെ നാമത്തിൽ സ്വീകരിച്ചപ്പോൾ മുതൽ കർത്താവ് തരുവാനായിട്ട് തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിത് ഒരിടത്ത് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഒന്നാമത്തെ കൽപ്പന, വിശുദ്ധ ബൈബിൾ പിതാവായ ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന ആദ്യത്തെ കൽപ്പനയാണ്, സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. ഉൽപ്പത്തി 1:27. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമത്തെ കുഞ്ഞ് ഈ രീതിയിൽ ജനിച്ച് ഒരു ജോലിയിലേക്ക് കടന്നു. അതിനുശേഷം കർത്താവ് സ്വല്പം കൂടെ നല്ല ഒരു ജോലിയൊക്കെ തന്നു. ഈ സമയം കൂട്ടായ്മകളെല്ലാം പോകുന്നുണ്ടായിരുന്നു. കുറച്ചുകൂടി നാലാമത്തെ കുഞ്ഞ് ജനിച്ചു. ആ സമയത്ത് കർത്താവ് ജോലി ഒന്നും കൂടെ അപ്ഗ്രേഡ് ചെയ്തു. ഒരു സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഓഫീസ് സ്റ്റാഫായിട്ട് കർത്താവ് ഒരു ജോലി തന്നു. കുഴപ്പമില്ലാതെ സ്വസ്ഥമായി നിൽക്കുന്ന ഒരവസ്ഥ. ഹല്ലേലൂയ. എല്ലാ മാസം 1-ാം തീയതി ബാങ്കിന്റെ അക്കൗണ്ടിൽ പൈസ വരും. ATM-ൽ പോയി കാർഡ് ഇട്ട് കഴിഞ്ഞാൽ പൈസ കിട്ടും. പട്ടിണിയില്ല, അത്യാവശ്യ കാര്യങ്ങളൊക്കെ. വീടില്ല എന്നുള്ളത് അത് സാരമില്ല, നമ്മളൊരു വാടക വീട്ടിലൊക്കെ മാന്യമായിട്ട് ജീവിക്കുന്നു. അങ്ങനെ പോവുകയാണ്. 2-3 വർഷം ഈ തലത്തിൽ പോയി കഴിഞ്ഞപ്പോൾ എന്നെ അലട്ടിക്കൊണ്ടിരുന്ന മറ്റൊരു പ്രശ്നം ഇതാണ്. കുറച്ച് ദൂരെയാണ് ഈ കോളേജ്. അവിടേക്ക് പോയപ്പോൾ നമ്മുടെ നാട്ടിലുള്ള കൂട്ടായ്മകളിൽ നിന്ന് വിട്ടുപോയി, ശുശ്രൂഷകളിൽ നിന്ന് വിട്ടുപോയി, മനസ്സിലൊരു ബുദ്ധിമുട്ട്. ശുശ്രൂഷകളിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു 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 വേദന. ദൈവികമായ ആത്മീയമായ കൂട്ടായ്മകളിൽ മാറി നിൽക്കുന്നത് ഒരു വേദന. ഉള്ളിൽ നിന്ന് ശക്തമായൊരു പ്രേരണ, ശുശ്രൂഷയിലേക്ക് കൂടുതൽ സമയം, പ്രാർത്ഥനയിലേക്ക് കൂടുതൽ സമയം ചെലവഴിക്കണം. ഞാൻ നിന്നെ വിളിച്ചത് ഏതെങ്കിലും ഒരു ജോലിയിൽ കയറി സ്വസ്ഥമായിട്ടിരിക്കാനല്ല, ഒരു മൂലയ്ക്ക് പോയിരിക്കാനല്ല, എൻ്റെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ തരക്കേടില്ല, നല്ല ഐഡിയ, എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ മുൻപത്തെ കാലങ്ങളെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. കർത്താവ് ഒന്നും മിണ്ടിയില്ല. വീണ്ടും ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ശക്തമായ പ്രേരണ, കർത്താവിൻ്റെ ശുശ്രൂഷയിലേക്ക് ഇറങ്ങണം. ഞാൻ എൻ്റെ കൂട്ടായ്മയിൽ വിളിച്ച് എൻ്റെ കൂട്ടുകാരോടെല്ലാം പറഞ്ഞു. അവർ പറഞ്ഞു, കർത്താവ് അങ്ങനെ ഒരു പ്രേരണ നൽകുന്നില്ലെങ്കിൽ കണ്ണുമടച്ച് അതിനെ അനുസരിക്കുക. കേൾക്കേണ്ട താമസം ഞാൻ എൻ്റെ ഭാര്യയോട് എന്ന് പറഞ്ഞു, നമുക്ക് ജോലി രാജിവെക്കാം. ഹല്ലേലൂയ. അവൾ എന്നെ ഒന്നും നോക്കി. പക്ഷേ ഇതിനിടയിൽ ഒരു സാധാരണ പെൺകുട്ടിയായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നെങ്കിലും ജീവിതത്തിൻ്റെ തകർച്ചയുടെ സമയങ്ങളിൽ ഒരുമിച്ച് ചേർന്ന് കൈകോർത്ത് പിടിച്ചപ്പോൾ മന്ദബുദ്ധിയായി പോകുമെന്ന് പറഞ്ഞ കുഞ്ഞിനെ മിടുക്കിയായി തിരികെ തന്ന ദൈവത്തിൻ്റെ ശക്തിയിൽ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ വലിയൊരു വിശ്വാസം അവളിൽ വർദ്ധിച്ചു വന്നു. എന്ന് മാത്രമല്ല, ഇതേ സമയത്ത് തന്നെ അവൾക്കൊരു ശ്വാസം മുട്ടുന്ന വലിയ വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ശ്വാസം മുട്ടലിൻ്റെതായ ഒരു അവസ്ഥ എൻ്റെ ഭാര്യയ്ക്കുണ്ടായിരുന്നു. അങ്ങനെ ഈ മൂന്നാമത്തെ കുഞ്ഞ് ഗർഭിണിയായിരുന്ന സമയത്ത് തന്നെ, ആ സമയത്ത് ധ്യാനം കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും, കൈകോർത്ത് പിടിച്ചിരുന്ന് ജപമാലകൾ ചൊല്ലും. അതിനുശേഷം അവളുടെ ഉദരത്തിന്മേൽ കൈവച്ച് ഞാൻ പ്രാർത്ഥിക്കും, യേശുക്രിസ്തുവിൻ്റെ രക്തം ഈ കുഞ്ഞിൻ്റെ ഈ കുഞ്ഞിൻ്റെ ഉള്ളിൽ നിറയട്ടെ, അമ്മയുടെ ഗർഭപാത്രത്തിൽ നിറയട്ടെ, കുഞ്ഞ് സൗഖ്യം പ്രാപിക്കട്ടെ. അങ്ങനെ ആ കുഞ്ഞിനെ കർത്താവ് തന്നു. മാത്രമല്ല, ശ്വാസം മുട്ടുള്ള അവളുടെ ശരീരത്തിൽ ഞാൻ കൈവച്ചിട്ട് പ്രാർത്ഥിക്കും, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അവിടുത്തെ രക്തത്തിൻ്റെ ശക്തിയാൽ കർത്താവ് ഈ അസുഖം മാറണം. കാരണം ശ്വാസം മുട്ട് അനുഭവിക്കുന്ന അവളെക്കാൾ ബുദ്ധിമുട്ടാണ് കണ്ടു നിൽക്കുന്ന എനിക്ക് ഈ ശ്വാസം മുട്ടെന്ന് പറയുന്ന അസുഖം. കുഞ്ഞു പ്രായം മുതലുള്ള അസുഖമാണ്. എന്നാൽ ആ ഒരു ഗർഭകാലത്ത്, ആ പ്രസവത്തോടു കൂടി തന്നെ ആ രോഗവും കർത്താവ് എടുത്തു മാറ്റി. കഴിഞ്ഞ 13 വർഷങ്ങളായി പിന്നീട് ഒരിക്കലും അവൾക്ക് ആ അസുഖം വന്നിട്ടില്ല. ഹല്ലേലൂയ. ഇങ്ങനെ അനുദിനം അതിനുശേഷം പ്രാർത്ഥിച്ച് കർത്താവ് ജോലിയെല്ലാം തന്ന അനുദിനം കർത്താവ് പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകി നയിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ ഭാര്യയുടെ വിശ്വാസം വർദ്ധിച്ചു. അവൾ പറഞ്ഞു, ശുശ്രൂഷയ്ക്ക് ഇറങ്ങാൻ വേണ്ടി കർത്താവ് പറയുന്നുണ്ടെങ്കിൽ
ധൈര്യമായിട്ട് നമുക്ക് പോകാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശരിയാണ്, ഭാര്യ സമ്മതിച്ചു. പക്ഷേ വീട്ടുകാർ, സ്വന്തക്കാർ, നാട്ടുകാരൊക്കെ പറഞ്ഞു പട്ടിണി മാറി കഞ്ഞി കുടിക്കാൻ തുടങ്ങിയിട്ട് ആകെ 2-3-4 കൊല്ലമേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും അവൻ ബൈബിളും എടുത്തു പിടിച്ചുകൊണ്ട് നടപ്പ് തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയത്തും തീരുമാനമെടുക്കൽ വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ഞാൻ കർത്താവിന് മുമ്പ് ചെന്നിരുന്ന് പറഞ്ഞു, കർത്താവെ, നിന്റെ വചനത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ ഇറങ്ങാം, ആത്മാക്കളെ നേടുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ ഇറങ്ങാം. പക്ഷേ എനിക്ക് ശക്തമായ ഒരു ഉറപ്പ് നിന്റെ ഭാഗത്തു നിന്ന് വേണം. പ്രാർത്ഥിച്ചു, ബൈബിൾ തുറന്നു, കർത്താവ് എനിക്കൊരു വചനം നൽകി. 1 തെസ്സലോനിക്ക 5:24 വചനം ഇങ്ങനെയാണ്. നമുക്കതൊന്ന് ഏറ്റു പറയാം. നിങ്ങളെ വിളിച്ചിരിക്കുന്നവൻ വിശ്വസ്തനാണ്. പറഞ്ഞേ, നിങ്ങളെ വിളിച്ചിരിക്കുന്നവൻ വിശ്വസ്തനാണ്. ധൈര്യമായിട്ട് ഒന്നും കൂടെ പറഞ്ഞേ, നിങ്ങളെ വിളിച്ചിരിക്കുന്നവൻ വിശ്വസ്തനാണ്. നിങ്ങളെ വിളിച്ചിരിക്കുന്നവൻ വിശ്വസ്തനാണ്. അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 ഞാൻ ജോലി രാജിവെച്ചു. ജോലി രാജിവെച്ച് പോകുന്നെന്ന് പറഞ്ഞ് എവിടെയെങ്കിലും ശുശ്രൂഷ കിട്ടും. നമുക്കറിയാം, ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഓടി നടന്ന് ഒരാൾ അവിടെ ജോലി രാജിവെച്ചിട്ടുണ്ട് എന്നാൽ വന്ന് ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ആരും വിളിക്കില്ല. നമ്മൾ അത്ര വലിയ ശുശ്രൂഷകനല്ല. ഈ സമയത്ത് ഒരു 2 മാസം കോട്ടയത്ത് ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തിൽ ബഹുമാനപ്പെട്ട സന്തോഷ് ചേട്ടനോട് കൂടെ 2 മാസം അവിടെ സഹായിക്കാനായിട്ട് നിന്നു. ഈ 2 മാസം ഒരു സമയമായപ്പോഴേക്കും ബഹുമാനപ്പെട്ട റെനി പുല്ലുകാലച്ചൻ ഇന്ന് പാലക്കാട് ധോണിയിൽ മരിയൻ റിന്യൂവൽ സെന്റർ നടത്തുന്നു. ആ ബഹുമാനപ്പെട്ട റെനി അച്ഛൻ എന്നെക്കുറിച്ച് കേട്ട് അച്ഛൻ വിളിച്ചു, വിജേട്ടാ ഒന്ന് വരാമോ? ഞാൻ ചെന്നു. അച്ഛൻ പറഞ്ഞു, നമ്മളൊരു ടീം തുടങ്ങുകയാണ്. ടീമൊന്നും ആയിട്ടില്ല, താമസിക്കാൻ സ്ഥലമില്ല, എവിടെയെങ്കിലും ഒരു റൂമിൽ പോയിരുന്ന് ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം. ഞാൻ പറഞ്ഞു, അച്ഛാ വരാം. അങ്ങനെ അച്ഛനോട് കൂടെ പോയി ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലിരുന്ന് 3 വർഷത്തോളം നിരന്തരമായിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥന, ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലിരുന്ന് നിരന്തരമായ ജപമാല പ്രാർത്ഥന, കർത്താവെ വാതിൽ തുറക്കണമെന്ന് പറഞ്ഞുള്ള പ്രാർത്ഥന, ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി സഭയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് ആ കാലത്തെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണ്. ഈ ഫർണിച്ചർ പണിയൊക്കെ നടക്കുമ്പോൾ മരം ആദ്യം അറുത്തു മുറിച്ച് പിന്നീട് ആശാരി ഇങ്ങനെ ഉളി കൊണ്ടുള്ള കൊട്ടുവടി പ്രയോഗങ്ങളെല്ലാം നടത്തി രൂപപ്പെടുത്തി അതിനുശേഷം ചിന്തേരിട്ട് എല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പോളിഷിംഗ് വർക്കിൻ്റെതായിട്ടുള്ള ഒരു സമയം. ഹല്ലേലൂയ. ഈ തകർച്ചയുടെ, പരാജയത്തിൻ്റെ, ദുരിതങ്ങളുടെ എല്ലാം നടുവിലൂടെ കടന്നുപോയിട്ട് ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലിരുത്തി ജപമാല പ്രാർത്ഥനയിലൂടെ നിരന്തരം എന്നെ ഒന്ന് പോളിഷ് ചെയ്ത് കർത്താവ് എൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു എന്ന് എനിക്കിപ്പോൾ മനസ്സിലാകുന്നു. ഹല്ലേലൂയ. വാ തുറന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ 3 വർഷം ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ശക്തി എന്താണെന്ന്, ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ സ്വഭാവം എന്താണെന്ന്, പുണ്യവാന്മാരുടെ ഐക്യം എന്നുള്ള കത്തോലിക്ക വിശ്വാസ പ്രമാണത്തിൽ പറയുന്ന വിശുദ്ധരുടെ ഐക്യത്തിന്റെ ശക്തി എന്താണെന്ന് എല്ലാം കർത്താവ് എന്നെ പഠിപ്പിച്ചു. ഹല്ലേലൂയ. ജപമാല പ്രാർത്ഥനകൾ ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ വെറും ജപമാല പ്രാർത്ഥനകൾ മാത്രം തുടരെ ദിവ്യകാരുണ്യത്തിന് മുമ്പിലിരുന്ന് ചൊല്ലിയപ്പോൾ ആത്മാവിൽ ചില കെട്ടുകൾ അഴിയുന്നത്. ധ്യാനം കൂടിയത് 89-ലാണ്. എന്നാൽ ഇത്രയും വർഷങ്ങളായിട്ടും പ്രാർത്ഥനാ ജീവിതത്തോടൊപ്പം തന്നെ തുടർന്നു പോരുന്ന ജീവിതത്തിലെ ചില പ്രത്യേക മേഖലയിലുള്ള പാപത്തിൻ്റെ ബന്ധനങ്ങൾ, സ്വഭാവത്തിലുള്ള ചില വൈകല്യങ്ങൾ, നമ്മുടെ നടപ്പിലും നോട്ടത്തിലും ഇരിപ്പിലുമുള്ള ചില പ്രശ്നങ്ങളെല്ലാം കർത്താവ് ചൂണ്ടിക്കാണിച്ച് മെല്ലെ മെല്ലെ എടുത്തു മാറ്റുന്ന ഒരഭിഷേകം ആ ദിവ്യകാരുണ്യത്തിന് മുമ്പിലിരുന്ന 3 വർഷങ്ങളിൽ കർത്താവ് എനിക്ക് നൽകി. ഹല്ലേലൂയ. വാ തുറന്ന് പറയാമോ? ഹല്ലേലൂയ. വലിയ സന്തോഷത്തോടുകൂടി കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദിവ്യകാരുണ്യ അനുഭവത്തിന്റെ മുമ്പിലിരുന്നപ്പോൾ കഴിഞ്ഞുപോയ കാലങ്ങളിലൂടെ കർത്താവ് എനിക്ക് നൽകിയ വാഗ്ദാനങ്ങൾ എന്തായിരുന്നുവെന്നും അവിടുന്ന് ഈ തരത്തിലുള്ള ജീവിതാനുഭവങ്ങളോട് എന്നെ നടത്തിയത് എന്തിനാണെന്നെല്ലാം ഏതാണ്ട് എനിക്ക് മനസ്സിലായി തുടങ്ങി. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 4-5 വചനങ്ങൾ, വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക, ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ നിന്റെ സമചിത്തത നഷ്ടപ്പെടുത്തി കളയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. സഹനത്തിന്റെ ചൂളയിലൂടെ കർത്താവ് നമ്മളെ ഒരുക്കിയെടുക്കുന്ന ഒരു അനുഭവമായിരുന്നു ഈ സമയങ്ങളിൽ കർത്താവ് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിക്കൊണ്ടുപോയതെന്ന് കർത്താവ് എനിക്ക് വ്യക്തമാക്കി തരികയായിരുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നീട് ശുശ്രൂഷയിലേക്ക് 3 വർഷം അവിടെ ഇരുന്നതിന് ശേഷം
അഞ്ചാമത്തെ കുഞ്ഞ് ജനിക്കുന്നു. ആ സമയത്ത് വീട്ടിലേക്ക് ഞാൻ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ അനുവാദത്തോടു കൂടി തന്നെ പോയി. ഇപ്പോൾ വീട്ടിൽ നിന്നുകൊണ്ടാണ് ശുശ്രൂഷകൾ മുൻപോട്ട് പോകുന്നത്. എന്നാൽ അന്നു മുതൽ കർത്താവ് ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ച് ശുശ്രൂഷകളിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ശുശ്രൂഷകളിൽ വലിയൊരു അഭിഷേകം വെളിപ്പെടുന്നത് കർത്താവ് കാണിച്ചു തരാനായിട്ട് തുടങ്ങി. ഹല്ലേലൂയാ. ദൈവത്തിൻ്റെ ശക്തി എന്താണെന്ന്, ദൈവവചനത്തിൻ്റെ ശക്തി എന്താണെന്നെല്ലാം കർത്താവ് പഠിപ്പിക്കുവാനായിട്ട് എടുത്ത ഒരു കാലഘട്ടങ്ങളായിരുന്നു ഇവയെല്ലാം. ഇനി ഈ മൂന്നാമത്തെ കുഞ്ഞ് ആൻറ്റി ഡി ഇഞ്ചക്ഷൻ അടിക്കാതെ ഉണ്ടായി, ആ കുഞ്ഞ് മിടുക്കിയായിട്ടുണ്ടായി. നാലാമത്തെ കുഞ്ഞ് സാധാരണ പോലെ ഉണ്ടായി. അഞ്ചാമത്തെ കുഞ്ഞ് എനിക്ക് ജനിച്ചപ്പോഴും ഇതേ കാര്യം തന്നെ സംഭവിച്ചു. ആൻറ്റി ഡി ഇഞ്ചക്ഷൻ ആ സമയത്ത് ഞാൻ എടുത്തിരുന്നില്ല. എന്നാൽ ആൻറ്റി ഡി ഇഞ്ചക്ഷൻ അടിക്കാതെ തന്നെ ഈ രക്തത്തിലുള്ള കുഞ്ഞുങ്ങളെ അപകടം വരുത്തുന്നതായിട്ടുള്ള കണ്ടന്റ് എല്ലാം കർത്താവ് എടുത്തു മാറ്റി. അപ്പോൾ ശാലോൺ ടിവിയുടെ തന്നെ കൃപയുടെ നീർച്ചാലുകൾ എന്ന് പറയുന്ന ശുശ്രൂഷ ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ തൃശ്ശൂരിൽ നിന്നൊരു സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു കുഞ്ഞ് ആൻറ്റി ഡി ഇഞ്ചക്ഷൻ അടിക്കാതെ പ്രാർത്ഥിച്ചൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞൊരു അത്ഭുതമാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ കർത്താവ് വീണ്ടും അതേപോലെ ഒരു അത്ഭുതം പ്രവർത്തിച്ചത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, ഇപ്പോൾ ആറാമത്തെ കുഞ്ഞും അതേപോലെ തന്നെ ആൻറ്റി ഡി ഇഞ്ചക്ഷൻ അടിക്കാതെയാണ് ഉണ്ടായത്. ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് ഒരിക്കൽ ഒരത്ഭുതം പ്രവർത്തിച്ചിട്ട് അത് നിർത്തിക്കളയുന്നവനല്ല. തുടർച്ചയായി നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ളപ്പോഴെല്ലാം നമ്മളോട് കൂടെ നടന്ന് അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണെന്ന് അവിടുന്ന് വെളിപ്പെടുത്തി തരികയായിരുന്നു. ഒരു നിമിഷം കണ്ണുകളടച്ച്, കർത്താവെ, നിരന്തരം ഞങ്ങളോട് കൂടെ നടന്ന് ഞങ്ങൾക്ക് ആവശ്യമായ അവസരങ്ങളിലെല്ലാം ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ആ ഒരു സ്നേഹം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണം. ആ സ്നേഹത്തിൽ ആശ്രയിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, അങ്ങയുടെ വചനത്തിൽ വിശ്വസിച്ച് ആശ്രയിക്കുവാൻ, ഞെരുക്കങ്ങളുടെ സമയത്തും തകർച്ചകളുടെ സമയത്തും നിന്നിൽ ആശ്രയിക്കുവാൻ, കർത്താവെ, കണ്ണുമടച്ച് നിന്നെ വിശ്വസിച്ച ഒരു പൊട്ടനെ പോലെ നിന്നെ പിന്തുടരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, അനുവദിക്കണമേ. അങ്ങ് ഞങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന മനോഹരമായ സ്ഥാനത്തെത്തിച്ചേരാൻ അവിടുന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ സന്തോഷത്തോടെ കർത്താവിന് ഈ സന്ധ്യാസമയത്ത് നന്ദി പറഞ്ഞ് വലതുകരം ഉയർത്തി ഒരു 3 ഹല്ലേലൂയ പറയാം.